മാന്യപ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആഷസ് പരമ്പരയിലെ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരമാണ്. 2-0 ഓസ്ട്രേലിയ ലീഡിൽ നിൽക്കുന്നു. മൂന്നാമത്തെ മത്സരത്തിലെ മൂന്നാമത്തെ കളി അറ്റ്ലാന്റിൽ വെച്ചായിരുന്നു കളി നടക്കുന്നത്. ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയ 371 അടിച്ചായിരുന്നു. മറുപടി ബാറ്റിങ്ങിനായിട്ട് 286 അടിച്ചു. അവർ 85 റണ്ണ് ഓസ്ട്രേലിയ ഫസ്റ്റ് ഇന്നിങ്സിൽ ലീഡിങ്ങിന് എടുത്തിരുന്നു. ബോളിങ്ങിന് വേണ്ടി ഓസ്ട്രേലിയക്ക് എടുത്തത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ഇംഗ്ലണ്ടിന് വേണ്ടി ആർച്ചർ 5 വിക്കറ്റ് ഫസ്റ്റ് ഇന്നിങ്സിൽ എടുത്തായിരുന്നു. അവർക്ക് വേണ്ടി അലക്സ് കാരിയുടെ സെഞ്ചുറിയും മിച്ചൽ സ്റ്റാർക്കിൻ്റെ 50 അവരെ കൂറ്റൻ സ്കോറിലേക്ക് എത്തിയത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് എല്ലാവരും ടോപ്പ് ഓർഡർ 4 പേരും കളിച്ചില്ല. പിന്നെ ഹാരിബ്രൂക്ക് 45, ബെൻ സ്റ്റോക്സ് 83, ആർച്ചർ 51. അങ്ങനെ വിക്കറ്റായിട്ട് ഏറ്റവും കൂടുതൽ എടുത്തത് കമിൻസ് 3, ബോളണ്ട് 3 അങ്ങനെ വെച്ചെടുത്തു. പിന്നെ അവർ 81 റണ്ണും ലീഡിങ്ങിലെത്തി 85 റണ്ണ്. അതുകൊണ്ട് ഇപ്പോൾ കളി മൂന്നാമത്തെ ദിവസം തുടക്കത്തിൽ ഇംഗ്ലണ്ടിന് 8 വിക്കറ്റ് നഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അവർക്ക് മിച്ചൽ സ്റ്റോക്സും ജോഫ്ര ആർച്ചറും കൊണ്ട് കൂടിയിരുന്ന നല്ലൊരു കുറ്റ സ്കോറിലേക്ക് അവരെ എത്തിച്ചു. ഒരു 100 റൺ പാർട്ണർഷിപ്പൊക്കെ വന്ന് അവരെ തിരിച്ച് കളിയിലേക്ക് എത്തി. പിന്നെ മിച്ചൽ സ്റ്റാർക്ക് വന്ന് ബെൻ സ്റ്റോക്സിന് വിക്കറ്റ് എടുത്തു. അങ്ങനെ കളി മാറി. പിന്നെ ഓസ്ട്രേലിയ തേർഡ് ഇന്നിങ്സിലേക്ക് വന്നപ്പോൾ അവർക്ക് തുടക്കത്തിൽ 2 വിക്കറ്റ് നഷ്ടപ്പെട്ടു. എന്നാൽ പോലും തന്നെ ഉസ്മാൻ ഖവാജ 40 റണ്ണും പിന്നെ ഇപ്പം കളി അവസാനിക്കുമ്പോൾ ഹെഡിൻ്റെ ഒരു ഉഗ്ര സെഞ്ചുറി 142 നോട്ടൗട്ടാണ് അദ്ദേഹം. നാളെ 4ാമത്തെ ദിവസമാണ്. കളി എങ്ങനെ വേണമെങ്കിലും മാറാം. ഇപ്പം ഇംഗ്ലണ്ട് ഈ കളി തോൽക്കാൻ സിറ്റുവേഷനാണ് നിൽക്കുന്നത്. 2 ദിവസം കൂടെ ഉണ്ട്. അലക്സ് കാരി 52 നോട്ടൗട്ടാണ്. അദ്ദേഹം 2 ഇന്നിങ്സിനും കളിച്ചിരുന്നു. അപ്പോൾ ഇത്രയാണ് വീഡിയോയിലൂടെ പറയുന്നത്. അടുത്തതായിട്ട് പിന്നെ